അച്ഛനെവിടെയാ? ഞാനിവിടെ അമ്പലത്തില്. ഇന്ന് നവംബർ 7 ഓ, അത് ഞാൻ മറന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അല്ലേ? അച്ഛനിപ്പോ അമ്മേനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? സത്യത്തിൽ എനിക്ക് അമ്മയല്ല, അമ്മയ്ക്ക് എന്നെയാവും കൂടുതൽ മിസ് ചെയ്യുക. അത് വെറുതെ. അല്ല മോളെ, ഞാനിവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഓരോ തിരക്കുകളിൽ പെട്ട് എൻഗേജ് ആവുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ തിരിച്ചെത്തിയ അച്ഛൻ പിന്നെയും ഒറ്റയ്ക്കല്ലേ? ആ, എന്നിട്ടും അച്ഛൻ ഇപ്പോ പതിവായി നേരത്തെ വരാറുണ്ടല്ലേ? പക്ഷേ അമ്മ ഉണ്ടായിരുന്നപ്പോ അച്ഛൻ മിക്കവാറും ലേറ്റായല്ലേ വന്നോണ്ടിരുന്നത്? അതെ, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഓരോരോ തിരക്കുകൾ. ഇപ്പൊ തോന്നുന്നു അതൊക്കെ വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നു എന്ന്. ഇനിയിപ്പോ അതൊക്കെ ഓർത്തിട്ട് എന്താ അച്ഛാ? അമ്മ ആകെ എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് ഒന്ന് മാത്രമായിരുന്നു, അമ്മയോടൊപ്പം കുറച്ച് സമയം. പക്ഷെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ വേറൊരു മോഹവും അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു. അതും ഞാൻ നാളെ നാളെ എന്നും പറഞ്ഞ് നീട്ടി വെച്ചു. അത് മൂകാംബികയിൽ തൊഴാൻ പോകുന്ന കാര്യമാണോ? ഏയ്, അതൊന്നുമല്ല. അത് കേട്ടാ ചിലപ്പോൾ നിനക്ക് ചിരി വരും. അമ്മയ്ക്ക് കടല് കാണണമെന്ന്, തീരത്തടിയുന്ന ശംഖ് പെറുക്കണമെന്ന്. ആ, അത് പോട്ടെ. നീ എന്താ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കോളിൽ വരാതിരുന്നത്? അച്ഛാ, അത് പിന്നെ അച്ഛൻ എന്നെ വഴക്ക് പറയരുത്. ഞാൻ എൻ്റെ മുടി മുറിച്ചു. അയ്യോ, മുട്ടാറ്റുണ്ടായിരുന്ന മുടി മുറിച്ചു കളഞ്ഞു. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതറിഞ്ഞ എന്ത് സങ്കടമായേനെ. അമ്മയെ പേടിച്ചിട്ടാ ഞാൻ, അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോ തന്നെ മുറിച്ചു കളഞ്ഞാനെ. ഇനിയിപ്പോ അമ്മയെ പേടിക്കണ്ടല്ലോ അല്ലേ? അയ്യോ അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും. അതിരിക്കട്ടെ, പ്രമോദ് ഡ്യൂട്ടിക്ക് പോയോ? ആ, ഏട്ടൻ പോയി. എനിക്ക് നൈറ്റാണ്. ആ, എന്നാ ആയിക്കോട്ടെ മോളെ. ആ, രാജീവാ. എൻ്റെ നന്ദാ, നിന്നെ കാണാനേ ഇല്ലല്ലോ. ആ, വാ കേറ്. നേരത്തെ വിളിച്ചപ്പം ഭയങ്കര ബിസി ആയിരുന്നല്ലോ. ആരായിരുന്നു? അത് മോളായിരുന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ അല്ലേ? അതുകൊണ്ട് മോൾ അച്ഛനെ വിളിച്ചതായിരിക്കും. അവൾ അതൊന്നും ഓർത്ത് വിളിച്ചതല്ല, പതിവ് വിളി, അത്രേ ഉള്ളൂ. ആ, അവൾക്ക് അവിടെ ഓരോ തിരക്ക് കാണുമല്ലോ. അവളിപ്പോൾ അച്ഛനെ മാത്രം ഓർത്തിരിക്കുവാണോ? നന്ദ, ഇറങ്ങ്. നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവട്ടെ. കൃഷ്ണേട്ടാ, പ്ലംബിങ്ങിൻ്റെ പണിക്കാർ വരും. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. അവരോട് തുടങ്ങിക്കോളാൻ പറ. ആ, ഓക്കെ. എൻ്റെ നന്ദ, നിന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ? ഏയ്, സങ്കടമൊന്നുമില്ല. നീ ഇതാരോടാ നന്ദായി പറയുന്നത്? അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ ഷോപ്പിലൊന്നും പോകുന്നില്ലേ? പോണം. വീട്ടിലങ്ങനെ ഇരുന്നിട്ടെന്താ? അഞ്ജലി ഉണ്ടായിരുന്നപ്പോൾ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാൻ സമയമില്ലായിരുന്ന നിനക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ മടിയായി അല്ലേ?
ഞാനിനി എന്തിന് ആർക്ക് വേണ്ടി ഓടണം? മടുത്തു. അങ്ങനെയൊന്നും ചിന്തിക്കരുത് നന്ദ. എനിക്കൊന്നിനും സമയം തികയില്ലായിരുന്നു. ഇപ്പോൾ സമയം ഒരുപാട് ബാക്കി. അവളുടെ ഓരോ ആവശ്യങ്ങൾ ഞാൻ നാളെ എന്ന് പറഞ്ഞ് നീക്കി വെച്ചു. ജീവിതം ഇനി ഒരുപാട് ബാക്കി കിടക്കല്ലേ എന്ന് വിചാരിച്ചു. എനിക്ക് എല്ലാത്തിനും തിരക്കായിരുന്നു. എൻ്റെ തിരക്കുകൾ തീരാൻ കാത്തു നിൽക്കാതെ അവൾ പോയി. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഈശ്വരൻ നിശ്ചയിക്കുന്നത് അനുസരിക്കാനല്ലേ നമ്മളെ കൊണ്ടാവൂ. ഞാൻ എൻ്റെ കയ്യിൽ വന്ന പാകപ്പഴക്ക് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മോളിന്ന് എന്നോട് ചോദിക്കുക, അച്ഛന് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. കാറ്റപ്പെട്ട കടലാസ് തുണ്ട് പോലെ അലസമായ എൻ്റെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും വന്നത് അവൾ വന്നതിന് ശേഷമായിരുന്നു. ഒക്കെ എനിക്കറിയുന്നതല്ലേ നന്ദ. ഒരുപാട് ആശകളൊന്നും എൻ്റെ അഞ്ജലിക്ക് ഉണ്ടായിരുന്നില്ല. ഓരോ ചെറിയ ചെറിയ മോഹങ്ങളെ അവൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പലതും ഞാൻ നാളേക്ക് നീട്ടിവെച്ചു. അവളുടെ ഏറ്റവും വലിയ ആശ നിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് നീ നടത്തി കൊടുത്തില്ലേ? ഇല്ലായ്മയിൽ നിന്ന് കയറി വന്ന അവളെ രണ്ട് കൈ നീട്ടി ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ലേ? രാജകുമാരിയെ പോലെ വാഴിച്ചില്ലേ? അതിനപ്പുറം എന്താടാ ചെയ്യേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നറിയോ? അത് നമ്മുടെ സമയമാണ്. എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. ബാക്കിയെല്ലാം വാരിക്കോരി കൊടുത്തിട്ടും സമയത്തിൻ്റെ കാര്യത്തിൽ നീ വല്ലാതെ പിശുക്ക് കാട്ടി. മറ്റുള്ളവരോട് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നീ അവളുടെ കോളുകൾക്ക് ഒറ്റ വാക്കിൽ മറുപടി നൽകി. ശരിയല്ലേ? അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനിയിപ്പം തിരുത്താൻ അവസരങ്ങളില്ലല്ലോ. എൻ്റെ നന്ദ, എല്ലാം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ലേ? ഇപ്പോൾ എന്ത് പറ്റി നിനക്ക്? കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെയൊരു സങ്കടം നിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഇന്നലെ രാത്രി നീ എന്താ അവളെ സ്വപ്നം കണ്ടോ? രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ലടാ. അവളെപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ ഈ നെഞ്ചിൽ. പക്ഷെ എന്നെ കൂടാതെ അവൾ എങ്ങനെ? എനിക്കത് താങ്ങാൻ കൂടി പറ്റുന്നില്ല. ഓർക്കപ്പുറത്ത് അവളന്ന് യാത്രയായ അന്ന് പോലും അവൾ എന്നെ വിളിച്ച് പറഞ്ഞതെന്താണെന്നറിയോ? ഇടയ്ക്ക് വിളിക്കണം, ഉച്ചയ്ക്ക് ഊണ് പുറത്തുനിന്ന് കഴിക്കണ്ട, ഒരുമിച്ച് വീട്ടിൽ വന്ന് കഴിക്കാമെന്നൊക്കെയാ. പക്ഷെ എനിക്കന്ന് എവിടുന്നാ അതിനൊക്കെ സമയം? പിന്നീട് അവൾ ഫോൺ ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്തില്ല. വൈകി അച്ഛൻ്റെ കോൾ എടുത്തപ്പോഴാ ഞാൻ അവസാനമായി അവളെന്നെ ഒരു നോക്ക് കാണാൻ പറ്റാത്ത സങ്കടത്തിലായിരിക്കില്ലേ അവൾ പോയത്? സാരമല്ല നന്ദ, അവളങ്ങനെ സങ്കടപ്പെടുന്ന പെണ്ണൊന്നും അല്ല. അല്ല നന്ദ, നീ ഇപ്പോൾ തറവാട്ടിലേക്കും പോകാറില്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ണിയെ കണ്ടിരുന്നു ടൗണിൽ വെച്ച്. പോയിട്ട് കുറച്ചായി. നാളെ ഒന്ന് പോണം. അച്ഛനിത്തിരി ക്ഷീണത്തിലാന്നിറങ്ങിയപ്പോൾ ഞാനൊന്ന് അവിടെ വരെ പോയിരുന്നു. ചെറിയ ഓർമ്മക്കുറവുണ്ട്, എന്നാലും എൻ്റെ സ്വരം കേട്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. നീയും അഞ്ജലിയും ചെന്നിട്ട് കുറച്ചായി എന്ന് പറഞ്ഞു. അഞ്ജലിയോ? ആ, ഞാൻ പറഞ്ഞില്ലേ ഓർമ്മക്കുറവ്. അഞ്ജലി പോയതൊന്നും ഓർമ്മയിലുണ്ടാവില്ല.
അമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഇതുവരെ പോയില്ല. ഇവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ കുറച്ചു ദിവസം അവിടെ പോയി നിന്നൂടെ നിനക്ക്? അവിടെ ആവുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ണിയും ഭാമയും കുട്ടികളും ഒക്കെ ഇല്ലേ? പോണം, നാളെ ആവട്ടെ. അവര് വന്നില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അവരിപ്പോ എത്തിക്കോളൂ. ഞാനോ? ഞാൻ വരാം. ഇപ്പോഴോ? ശരി, ആയിക്കോട്ടെ, ഞാൻ എത്തിയേക്കാം. എന്നാ നമുക്ക് പോകാൻ നോക്കാം. നീ പോയിക്കോ, ഞാൻ ഇത്തിരി കഴിഞ്ഞ് വരാം. ഉണ്ണി. ഏട്ടാ, നമ്മുടെ അച്ഛൻ എന്ത് പറ്റി? രാവിലെ പെട്ടെന്നൊരു പരവേശം, ആകെ വിയർത്ത് കുടിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അച്ഛൻ പോയി. ഞാൻ നാളെ അങ്ങ് വരാൻ നിൽക്കേ, അതിനു മുമ്പ് പോയല്ലേ? അച്ഛൻ രാത്രിയും ചോദിച്ചിരുന്നു ഏട്ടനും ഏട്ടത്തിയമ്മയും നാളെ വരുമെന്ന്. അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ഏട്ടനോടൊപ്പം ഏട്ടത്തി ഉണ്ടായിരുന്നു. ദാ ആംബുലൻസ് വന്നു, എന്നാ വെക്കട്ടെ ഏട്ടാ? ഞാൻ വീട്ടിലെത്തിക്കോളാം. നന്ദ, നിനക്ക് തിരക്കാണെങ്കിൽ നാളേക്ക് മതി. അതാണല്ലോ നിന്റെ പതിവ്. എല്ലാം നാളേക്ക്.